എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രോളി ബാഗിൻ്റെ റിവ്യൂ കേട്ടോ. അപ്പോൾ അത് ഒരു 2 ട്രോളി ബാഗ്സ് ഉണ്ട്. അപ്പോൾ അത് വാങ്ങിയത് ഞാൻ മീഷോയിൽ നിന്നാണ്. മീഷോയിൽ നിന്ന് ഇപ്പോൾ വാങ്ങിയിട്ട് കുറേ ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാട്ടോ നമ്മൾ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുള്ള ട്രോളി ബാഗ്. ഇത് 2 എണ്ണമാണ് ഉള്ളത്. ഇത് ഏറ്റവും വലിപ്പമുള്ളൊരു ബാഗ് ഇതാട്ടോ. അതിന് ശേഷം വരുന്നത് അത് ചെറുതായിട്ടുള്ളൊരു ബാഗ്, അതായത് ഈ ഒരു അളവിലും ഇത്രയോട് ചെറുതാട്ടോ. പിന്നെ ഇതിനിത് പിടിക്കാനായിട്ട് ഇതേപോലെ ഒരു പിടിയൊക്കെ ഉണ്ട്. അത് നമ്മൾ അത്രയും ദൂരം പോയതിന് ശേഷം വന്നപ്പോഴും ഒരു കുഴപ്പവും കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നമ്മളിതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ വെക്കാവുന്ന പോലെ, അതായത് നമുക്ക് വലിച്ചിട്ടൊക്കെ പോകാവുന്ന ഒരുപാട് ലഗേജൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വലിച്ച് അങ്ങനെ എന്താ പറയുക ഉരുട്ടിക്കൊണ്ടൊക്കെ പോകാൻ പറ്റുന്ന പോലത്തെ ഒരു സംഭവമായിട്ട് ഈ കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ വീലൊക്കെ ഞാൻ അത്യാവശ്യം കൊണ്ടുപോയിട്ട് വല്ലാത്തൊരു അവസ്ഥയിലൊക്കെ വെച്ചേക്കും കേട്ടോ. പക്ഷേ സംഭവം സൂപ്പറാണ്. എന്തായാലും വലിയ തിരക്കേടൊന്നും വന്നിട്ടില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്തായാലും മീഷോയിൽ കിട്ടത്തില്ലെന്ന് നമുക്കെല്ലാം അറിയാമല്ലോ. അപ്പം അത്ര വലിയ ക്വാളിറ്റി ഇല്ലെങ്കിലും നമ്മൾ എന്താ പറയുക, നമ്മൾ മുടക്കുന്ന പൈസയ്ക്കുള്ള മുതലുണ്ടെന്ന് പറയില്ല, അതുപോലെ അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. ഒരുപാട് കാലം നിൽക്കുമെന്നോ അല്ല അത്ര വലിയ ക്വാളിറ്റി ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാം, അത്ര തന്നെ. ഇങ്ങനെ നമുക്കൊക്കെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഇട്ടിട്ടൊക്കെ പോകാൻ പറ്റുന്ന പോലെ. പിന്നെ ഞാനത് കൊണ്ടുപോയിട്ട് ഇപ്പോഴാട്ടോ തുറക്കുന്നത്. കുറച്ച് ഡ്രസ്സ് ഉണ്ടായിട്ട് മാറ്റി വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ ബെൽറ്റും കാര്യങ്ങളും ഒക്കെ ഞാനൊന്നും എടുത്ത് വെച്ചില്ല കേട്ടോ. ടാബ്ലറ്റ്സും കിടപ്പുണ്ടായിരുന്നു, വൊമിറ്റിങ്ങിനൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ടാബ്ലറ്റ് ഇത് കിടപ്പുണ്ട്. ഇപ്പോഴാണ് അത് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടാനുസരണം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വയ്ക്കാം കേട്ടോ. ആ ഒരു ഇതിലൊക്കെ എടുത്ത് വയ്ക്കാം സാധനങ്ങൾ. നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട് നന്നായിട്ട്. പിന്നെ ഈ ഒരു ലോക്ക് എനിക്ക് പണി തന്നൊരു ലോക്കാണ് കേട്ടോ. അതായത് ഈ ലോക്കായി പോയിട്ട് ഇത് ഒത്തിരി പണിയായി പോയിട്ടുണ്ടായിരുന്നു. സിബ് വെച്ചിട്ട് ജാമായി പോയതാണോ എന്നാണോ, ഞാൻ ലോക്കിട്ട് മറന്നു പോയാണോ എന്ന് അറിയാൻ വയ്യ. വല്ലാതെ ടൈറ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ലോക്ക് സൂപ്പറായി തുറക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ലോക്കിൻ്റെ കാര്യത്തിൽ നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തന്നെ പറയാം കേട്ടോ. എനിക്കത് നല്ല ലോക്കായി പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അത് കൊള്ളാം. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ എൻ്റെ ലിങ്ക് ഇട്ടേക്കാവേ. എന്തായാലും കൊള്ളാം, അത്യാവശ്യം എനിക്കിഷ്ടമായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കാതെ കൊണ്ട് വാങ്ങാനാണെങ്കിൽ ഓക്കെ കേട്ടോ. ഹൈ ക്വാളിറ്റി ഒക്കെ പ്രതീക്ഷിച്ച് നമ്മൾ വാങ്ങുമ്പോഴത്തേനും നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതുപോലെ തന്നെ ഉണ്ടാവണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന ആ ഒരു ബാഗിന് എങ്ങനെ വരും ഇതിലും നല്ല വിലയായിട്ടുണ്ടാവില്ലേ. അപ്പോൾ എന്തായാലും മീഷോയിൽ നിന്ന് നമ്മൾ ഇത്രയും ചെറിയ വിലയിൽ വാങ്ങുന്നതായതുകൊണ്ട് അതിനുള്ളതേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് പ്രതീക്ഷിച്ച് മാത്രമേ ഓർഡർ ചെയ്യാവുള്ളേ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.